ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ജീവനൊടുക്കിയതിൽ ബി.ജെ.പി. വാദങ്ങൾ പൊളിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പുറത്തുവിട്ട് ന്യൂസ് മലയാളം. 2 പേജുള്ള കുറിപ്പിൽ CPIM-നെയോ പോലീസിനെയോ കുറിച്ച് പരാമർശമില്ല. സഹകരണ ബാങ്കിൽ നിന്ന് നമ്മുടെ ആളുകൾ വായ്പ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ അനിൽകുമാർ പറയുന്നത്. എന്നാൽ പോലീസിനെയും CPIM-നെയും കുറ്റപ്പെടുത്തി പ്രതിരോധം തീർക്കുകയാണ് ബി.ജെ.പി. വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? ഒരു നാണമില്ലാത്തൊരു ചാനലാ. അല്ല, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു നാണല്ലേ നിങ്ങൾക്ക്? മാധ്യമങ്ങളോട് രോഷാകുലനായും CPIM-നെ കുറ്റപ്പെടുത്തിയും രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ വാദമുഖങ്ങളുടെ മുന ഒടിക്കുന്നതാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ട ആത്മഹത്യാക്കുറിപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല കൗൺസിലർ അനിൽകുമാർ എഴുതിയ 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് പുറത്തുവന്നത്. കുറിപ്പിൽ CPIM-നെയോ പോലീസിനെയോ കുറിച്ച് ഒരു വാക്കുപോലുമില്ല. ഫാം ആൻഡ് ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രതിസന്ധിയാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുറിപ്പിൽ വിശദമായി എഴുതുന്നു. സ്വന്തം ആളുകൾക്ക് വായ്പ കൊടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും എടുത്തു പറയുന്നു. അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ചില വാചകങ്ങൾ ഇങ്ങനെയാണ്: എന്റെ ഭാഗത്തു നിന്നോ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ ഭരണസമിതി അംഗങ്ങളുടെ ഭാഗത്തു നിന്നോ ഒരു നയാ പൈസയുടെ വീഴ്ച ഈ സംഘത്തിൽ വന്നിട്ടില്ല. നേരത്തെ പോലെ ചിട്ടിയോ ദിവസ വരുമാനങ്ങളോ ഇല്ലാതെയായി. ആയതിനാൽ തന്നെ FD ഇട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ പണത്തിൽ കാലതാമസം തരാതെ ആവശ്യത്തിലധികം സമ്മർദ്ദം തരുന്നു. നമുക്ക് തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. മറ്റു നടപടിക്കൊന്നും പോകാതെ പല ആദി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാത്ത മാനസികാഘാതം നേരിടുകയാണ്. ഇപ്പോൾ എന്നെ എല്ലാ പേരും ഒറ്റപ്പെടുത്തുകയാണ്. എന്റെ ഭാര്യയെയോ മക്കളെയോ ഇതിന്റെ പേരിൽ ആരും വേട്ടയാടരുത്. ഇതോടെ BJP-ക്കെതിരായ രാഷ്ട്രീയ ആക്രമണം CPIM ശക്തമാക്കി. കുറ്റം CPIM-ന്റെയും പോലീസിന്റെയും തലയിലിടാനുള്ള BJP ശ്രമം പൊളിഞ്ഞെന്ന് വി. ജോയി MLA പറഞ്ഞു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. ആരാണ് ഈ നമ്മുടെ ആൾക്കാർ? ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് രണ്ടും BJP-യെ ഉദ്ദേശിച്ചാണ് അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത്. സ്വന്തം എന്ന് കരുതിയിരുന്ന ആളുകളാണ് അനിൽകുമാറിനെ ചതിച്ചതെന്ന് മന്ത്രി വി. ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി എന്നും അതിൽ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തമെന്ന് അനിൽകുമാർ കരുതിയിരുന്ന ആൾക്കാരുടെ ചതിയാണ്. എന്നിട്ടും മുൻ നിശ്ചയിച്ച പ്രകാരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണം ആവർത്തിക്കുകയാണ് BJP. ഇതിനേക്കാൾ വലിയ തീജ്വാലകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളെ തളർത്താൻ ഇതുപോലെയുള്ള ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. ബാങ്കിലെ പ്രതിസന്ധി തന്നോട് അനിൽകുമാർ പറഞ്ഞിരുന്നെന്നും എന്നാൽ പാർട്ടിക്ക് ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ എന്നും BJP നേതാവ് VV രാജേഷ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ BJP നേതൃത്വത്തെ ആകെ പിടിച്ചുലയ്ക്കുകയാണ് അനിൽകുമാറിന്റെ ആത്മഹത്യ ഉയർത്തിയ രാഷ്ട്രീയ കോളിളക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.